നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടെ, ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും കാണാൻ കാത്തിരുന്നൊരു വിശേഷമാണ് നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു സ്റ്റെഫിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. എത്രയും പെട്ടെന്ന് സ്റ്റെഫിയും ഗംഗാപ്രസാദിന്റെ അരിയിലേക്ക് പോകണമെന്ന് പകയമായിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. ആദ്യം കാർത്തികയും ലക്ഷ്മിയമ്മയും തീർക്കാനായിട്ട് അവൾ വന്നേ. അങ്ങനെ ഒടുവില് കമ്പനിയിലെത്തി കാർത്തിയുടെ ക്യാബിനകത്ത് കയറി ഒളിച്ചിരിക്കുവാണ് അവള്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ കിരണ് CCTVക്കകത്ത് കണ്ടു. കാരണം അവിടെ CCTV പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ പറയണേ സ്റ്റെഫിയോ കൂട്ടർ ശ്രദ്ധിച്ചതുമില്ല. അവരും മതില് ചാടി കടക്കുന്നൊക്കെ കിരൺ കണ്ടിട്ട് കിരൺ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ കമ്പനിയിലേക്ക് വരുവാണ്. കിരണിന് മനസ്സിലായി സ്റ്റെഫി അതിന് ഉള്ളിലുണ്ടെന്നുള്ള കാര്യം. കാർത്തികയും ലക്ഷ്മിയമ്മയായിരിക്കും ലക്ഷ്യം. അങ്ങനെ കിരൺ പാഞ്ഞു വരുന്ന സമയത്ത് സ്റ്റെഫി ആ ടേബിളിന് അടിയിലുണ്ടായിരുന്നു. പക്ഷെ കാർത്തിക് ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാർത്തിക തന്റെ ക്യാബിനിലേക്ക് വന്നിരിക്കാൻ തുടങ്ങുന്ന സമയത്താണ് ദിലീപ് ഫോൺ വിളിക്കുന്നത്. അപ്പോഴേക്ക് കാർത്തിക് കോൾ എടുത്ത്. അപ്പൊ ദിലീപ് ചോദിച്ചു, കാർത്തിക് നീ എവിടെയാന്ന് ചോദിച്ചു. അത് ദിലീപ് ഏട്ടാ ഞാൻ കമ്പനി വന്നാന്ന് പറഞ്ഞു. നിന്നോട് പറഞ്ഞില്ല കമ്പനിയിലേക്ക് പോകേണ്ടത്, അതും ഈ സമയത്ത്. അറിയാലോ ആ സ്റ്റെഫി ജയിലിൽ ചാടി നടക്കുക. അവൾ ഏത് നിമിഷവും അങ്ങോട്ടേക്ക് വരും. അവളുടെ ഏറ്റവും വലിയ ശത്രുക്കൾ നിങ്ങളൊക്കെ അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും കാർത്തി പറഞ്ഞു, അതൊന്നും ഓർത്ത് ദിലീപേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെ എനിക്ക് പേടിയൊന്നുമില്ല. അങ്ങനെ പേടിച്ച് ഒളിച്ചോടി നമുക്ക് ഇരിക്കാൻ പറ്റുമോ എന്നൊക്കെ പറയണം. ഈ സമയത്ത് ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ ഇതെല്ലാം കേട്ടോണ്ടിരിക്കുവാണ് സ്റ്റെഫി. ഇവളുടെ ധൈര്യം സമ്മതിച്ചു കൊടുത്തിരിക്കുന്നു. ഇവള് സംസാരിക്കട്ടെ. ഇനി എത്ര സമയം കൂടെ ഇവൾക്ക് സംസാരിക്കാൻ പറ്റും? കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളുടെ അന്ത്യം എടുത്തു. ഇവളുടെ മാത്രമല്ല, ഇവളുടെ തള്ളയുടെ രണ്ടെണ്ണത്തിനെ ശരിയാക്കണം. തന്റെ ഗംഗയുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ രണ്ടിടത്തിനെ മുകളിലേക്ക് പറഞ്ഞു വിടണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ദിലീപുമായിട്ട് സംസാരിച്ച് കാർത്തിക മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. പക്ഷെ കാർത്തികയ്ക്ക് അറിയില്ല അവളവിടെ ഒളിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ഈ സമയം മാക്സിമം സ്പീഡിൽ തന്നെയാണ് കിരൺ കമ്പനിയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ലക്ഷ്മി അവിടെ നിൽക്കുന്നുണ്ട്. ലക്ഷ്മിയമ്മ അപ്പോഴേക്കും ലക്ഷ്മിയമ്മയോട് ചോദിച്ചു, എന്തിയെ കാർത്തിക എന്തെന്ന് ചോദിച്ചു. ആ സമയത്ത് ലക്ഷ്മിയമ്മ പറഞ്ഞു, കാർത്തിക ക്യാബിലുണ്ട് മോനെന്ന് പറഞ്ഞു. ക്യാബിലോ? അല്ല വേറെ പ്രശ്നമൊന്നും ഇല്ല അല്ലേ? ഇല്ല എന്ന് പറഞ്ഞു. എന്താ മോന്റെ മുഖം വല്ലായിരിക്കുന്നേ? അതെ ലക്ഷ്മിയമ്മ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. എന്താ? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കിരൺ പെട്ടെന്ന് കാർത്തികയുടെ ക്യാബിലേക്ക് അങ്ങോട്ട് പാഞ്ഞു ചെല്ലുവാണ്. ഈ സമയത്ത് കാർത്തിയെ ഫോൺ വിളിച്ചെങ്കിൽ തിരിഞ്ഞു നിൽക്കുവാണ്. സ്റ്റെഫി എന്ത് ചെയ്തു, ടേബിളിന് അടിയിൽ നിന്ന് പതുക്കെ ഇറങ്ങി വന്നിട്ട് കയ്യിൽ കത്തി കരുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തി വെച്ച് കാർത്തിയെ കൊല്ലാനായിട്ട് ഇങ്ങനെ കുത്താനായിട്ട് ഓങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും കിരൺ പാഞ്ഞു ഒന്നുള്ള ഒറ്റ തൊഴിയായിരുന്നു. അവളുടെ കയ്യിൽ നിന്ന് കത്തിയൊക്കെ തെറിച്ചുപോയി. അപ്പോഴാണ് കാർത്തി പോലും തിരിഞ്ഞു നോക്കുന്നത്. കാർത്തി വരെ ഞെട്ടിപ്പോയി. കാർത്തി ഇത് ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ലക്ഷ്മിയമ്മ വരുമ്പം കാണുന്ന കാഴ്ച. വീണ്ടും കത്തി എടുത്തോണ്ട് കാർത്തിക്ക് നേരെ പാഞ്ഞു വരുന്ന സ്റ്റെഫിയാണ്. കിരൺ പിന്നെ വിട്ടു കൊടുക്കുക. കിരൺ അവിടെ ഇട്ട് ചവിട്ടി കൂട്ടുകയാണ്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതായിപ്പോയി സ്റ്റെഫിക്ക്. കാരണം സ്റ്റെഫി പ്രതീക്ഷിച്ചില്ല കിരൺ അങ്ങോട്ടേക്ക് വരുമെന്നുള്ള കാര്യം. സ്റ്റെഫിയുടെ എല്ലാ പ്ലാനുകളും പദ്ധതികളും തകർന്നു പോവുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് കാർത്തിയോട് പറഞ്ഞു, നിങ്ങൾ മാറിക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഞാൻ കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും പുറത്തൊന്ന് രണ്ട് ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരുന്നു. സ്റ്റെഫി കാര്യം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ സിഗ്നൽ കൊടുക്കും. അപ്പൊ അവന്മാര് വണ്ടിയൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുക തിരികെ പോവാനായിട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് സ്റ്റെഫിയുടെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. ഈ സമയത്ത് അപ്പൊ അവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നല്ലോ കമ്പനിയിൽ. അവരൊന്നും അറിയാതെ വേണം സ്റ്റെഫിനെ അവിടെ നിന്ന് മാറ്റാനായിട്ട്. അവളുടെ വായിക്കകത്ത് സെല്ലോ ടേപ്പ് എല്ലാം കുത്തി തിരികെ ആ ക്യാബിനിൽ തന്നെ കുത്തി അവിടെ ചുറ്റിക്കെട്ടി ഇടുവാണ്. ഒരു കാരണവശാലും ഇവളിപ്പോ പുറത്തു പോകാൻ പാടില്ല. രാത്രി വേണം ഇവളെ ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകാനായിട്ട്. പിന്നീട് കാർത്തിയോട് ലക്ഷ്മിയമ്മോടും പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. അല്ല കിരണേ, അത് പിന്നെ നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോ, ഒന്നും സംഭവിക്കില്ല. പിന്നെ അറിയാലോ ഇതാരും പുറത്തറിയാൻ പാടില്ല. സ്റ്റെഫി ഇങ്ങോട്ടേക്ക് വന്നായിട്ട് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അപ്പോഴും ലക്ഷ്മിയമ്മയുടെ വിറയല് മാറിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കിരണ് രതീഷിനെയൊക്കെ വിളിക്കുന്നുണ്ട്. രതീഷിനെയും വേലുവിനെയൊക്കെ വിളിച്ചു. അങ്ങനെ രാത്രി സമയമായി കഴിഞ്ഞപ്പോഴത്തേനും വേലുവും രതീഷും ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി ആണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ കിടക്കുക. സ്റ്റെഫിക്ക് മനസ്സിലായി കിരണ് തന്റെ കീഴടക്കി, തനിക്കിനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ. ആ സമയത്ത് ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ പുറത്തുണ്ടായിരുന്നു. അവന്മാർക്കാണെങ്കിലോ കുറെ സമയം നോക്കി നിന്നിട്ട് സ്റ്റെഫിനെ കാണാൻ തോന്നിയപ്പോ സംശയം, ഇനിയിപ്പോ സ്റ്റെഫിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോ. പക്ഷെ ഇനിയിപ്പം അവളെ ഇല്ലാതാക്കിയോ എന്നൊന്നും അറിയത്തില്ല.
കുറെ സമയം നോക്കി എന്നിട്ട് കാണാതെ വന്ന് ഇനി അവന്മാർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല അധിക സമയം. ഇനി അവൾ ഇവിടുന്ന് കടന്നു കളഞ്ഞോ എന്നൊരു ചിന്ത വരെ അവന്മാരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. രാത്രിയെ കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റെഫി അവിടുന്ന് രതീഷും വേലും ഒക്കെ കൂടെ നേരെ കാട്ടിലേക്ക് കടത്തിക്കൊണ്ട് പോവാണ്. രാഹുലിനെ കൊണ്ടായ അതേ കാട്ടില്, ഗംഗാപ്രസാദിനെ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കിയിട്ട കാട്ടില് അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. അവിടെയാകും പിന്നെ ഒരു ശല്യവും. പുറത്തൊന്നും ആരും വരത്തില്ല. ആ കൊടും കാട്ടിലേക്ക് പോയിട്ടുണ്ട്, മൃഗങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഇതേ സമയത്ത് കാർത്തിക ലക്ഷ്മിയമ്മയും കൂടെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി, രണ്ടുപേരുടെ മുഖമൊക്കെ എന്താ വല്ലാതിരിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രകാശനോട് പറയണോ വേണ്ടോ എന്ന് ആലോചിച്ചു. വേണ്ട, ഇനിയിപ്പോൾ ആ മനസ്സിനെ കൊണ്ട് വെറുതെ ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമില്ല. ഒന്നാമത്തെ അറ്റാക്ക് ഒക്കെ വന്നല്ലേ, ഇനി ഈ കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലോ എന്ന് ഓർത്തുണ്ട് തൽക്കാലത്തേക്ക് പറയണ്ടെന്ന് കരുതി പറഞ്ഞില്ല. എന്നാലും രണ്ടുപേരുടെ ഉള്ളിൽ ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. എങ്ങാനും ഇനിയിപ്പം ഗംഗാപ്രസാദിന്റെ കൂട്ടാളി വന്ന് കിരണിനെയൊക്കെ വല്ലതും ചെയ്യുമോ എന്നൊരു പേടി. പക്ഷെ കിരൺ ധൈര്യശാലിയാന്നുള്ള കാര്യം അവർക്കറിയാം. അത്രയും വലിയ രാഹുലിനെ വരെ ഇല്ലാതാക്കി കളഞ്ഞു. അപ്പൊ പിന്നെ അവരുടെ മുന്നിൽ സ്റ്റെഫി ഒന്നുമല്ല. പക്ഷെ ഗംഗാപ്രസാദിന്റെ കൂട്ടാളികൾ വന്നാലേ പ്രശ്നമുള്ളൂ. ഒടുവില് കിരണ് അവളുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പൊ രാത്രി സമയമല്ലേ, പന്തമൊക്കെ കത്തിച്ച് വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാണ്. അവിടെ വെച്ചാണ് രാഹുലിനെ തീർത്ത് കളഞ്ഞത്. വന്യമൃഗങ്ങൾക്ക് ഇട്ടുകൊടുത്ത ചെന്നായ്ക്കൾക്കും കുറുനരികൾക്കും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് സ്റ്റെഫിയുടെ വായിലെ ആ സെല്ലോ ടേപ്പൊക്കെ അങ്ങോട്ട് മാറ്റുന്നത്. അങ്ങനെ സെല്ലോ ടേപ്പൊക്കെ മാറ്റിയിട്ട് കിരൺ പറഞ്ഞു, ഇനി നീ എന്ത് വെള്ളം ചെയ്തോ, ഒച്ചത്തിൽ കരഞ്ഞു, ഒരു പ്രശ്നമില്ല. ഇവിടെ നീ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാൽ നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ല. നിനക്ക് അവസരം തന്നാ രക്ഷപ്പെടാനായിട്ട്. ഈ സമയത്ത് വേലു പറഞ്ഞു, എടി ഗംഗാപ്രസാദിന് വേണ്ടി മരിക്കാൻ നടക്കുന്നവളല്ലേ നീ, എന്ത് കണ്ടിട്ടായി മരിക്കാൻ നടക്കുന്നേ? അവനെ പോലെ ഒരു ഫ്രോഡിന് വേണ്ടിട്ടോ. അവന് എന്റെ കുടില് വന്നിട്ട് എന്റെ പെണ്ണിനിട്ട് പണി കൊടുക്കാൻ നോക്കിയാനാ. അവനെക്കുറിച്ച് നിനക്ക് ശരിക്കും അറിയത്തില്ല. അവനെ പോലെ ഒരു ഫ്രോഡിന് വേണ്ടിയിട്ടാണ് ഇനി മരിക്കാൻ നടക്കണമെന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സ്റ്റെഫി പറഞ്ഞു, എന്റെ ഗംഗ അവൻ പാവമായിരുന്നു, അവന് വേറൊരു പെണ്ണിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രതീഷ് പറഞ്ഞു, നല്ല കഥയായി, നിനക്ക് അവനെ കുറിച്ച് ഒന്നും അറിയത്തില്ലാത്തോണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയണേ. ഇടി നാണം ഉണ്ട് ഇടി നിനക്ക്. നിനക്ക് ജീവിക്കാനായിട്ട് അവസരം ഉണ്ടായിരുന്നു. നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണല്ലേ നീ. നല്ല സ്വസ്ഥതയോടെ സമാധാനത്തോടെ വേറെ ആളെ ആരെങ്കിലും കല്യാണം കഴിച്ച് ജീവിക്കായിരുന്നു. അപ്പൊ ഗംഗാപ്രസാദിനോടൊപ്പം ചേർന്ന് പകയമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഇനി നിനക്ക് മരണമടി വിധിച്ചിരിക്കുന്നേ. നിനക്ക് വേണമെങ്കിൽ ജയിലിൽ കഴിയായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാതിരിക്കുവായിരുന്നെങ്കിൽ അപ്പൊ നീ ജയിലിൽ ചാടി കാർത്തിയേച്ചിനെ ലക്ഷ്മിയമ്മയൊക്കെ തീർക്കാനായിട്ട്. അപ്പൊ പിന്നെ നിനക്ക് ഇനി ഇപ്പം ജീവിക്കാനുള്ള യോഗ്യത ഇല്ലാന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, വേലുവൊക്കെ പറഞ്ഞത് കേട്ടല്ലോ. എടി നിനക്ക് അവസരം ഉണ്ടായിട്ട് നീ അത് വിനിയോഗിച്ചില്ല. ഇനി നീ ഗംഗയുടെ അടുത്തേക്ക് പോണം. അല്ല, അങ്ങോട്ടേക്ക് പോണെന്ന് കരുതിയിരുന്നവളല്ലേ നീയ. കാർത്തിയെ ലക്ഷ്മിയമ്മയും തീർത്തിട്ട് അപ്പൊ കുറച്ചു നേരത്തെ പോയിക്കോ, ഗംഗയോട് ചെന്ന് പറഞ്ഞു കൊടുത്താരേ ആരാണ് ഇതൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാലോ നിനക്ക്. പിന്നെ ഇവിടെ കിടന്ന് നീ അലറി വിളിച്ചാലും നിന്നെ രക്ഷിക്കാനായിട്ട് ആരും വരാൻ പോകുന്നില്ല. ഇവിടെ വെച്ചാണ് ആ രാഹുല് എന്റെ അമ്മാവൻ ആ ദുഷ്ടനെ ഞങ്ങൾ തീർത്തത്. വന്യമൃഗങ്ങളും ചെന്നായകളും ഒക്കെ അവനെ കടിച്ചു കീർക്കുന്നു. അതേ അനുഭവം തന്നെയാണ് നിനക്കും ഉണ്ടാകാൻ പോകുന്നത്. നിന്റെ ബോഡി പോലീസിന് കിട്ടാൻ പോവാടി. ഇനി അധികം വൈകാതെ അതാ സംഭവിക്കാൻ പോകുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ഭയങ്കര ദേഷ്യത്തോടുകൂടി അവള് പറഞ്ഞു, നിനക്കൊക്കെ അതിനുള്ള ധൈര്യമുണ്ട്, നീയൊക്കെ ചെയ്യടാ, എനിക്ക് പേടിയില്ലടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കാർത്തികെ ലക്ഷ്മി ഉണ്ടല്ലോ, അവരെ വെറുതെ വിടാൻ പോകുന്നില്ല. ഗംഗയുടെ കൂട്ടാളി ഉണ്ടല്ലോ പുറത്ത്, അവർ തീർത്തോളൂ എന്ന് പറഞ്ഞു. അത് കേട്ടുകഴിഞ്ഞപ്പോ കിരൺ പറഞ്ഞു, ഒരു കാരണവശാലും ഇല്ലടി, അവന്മാരെ ഞാൻ കൈകാര്യം ചെയ്യും. നീ ഇല്ലെങ്കിൽ പിന്നെ അവന്മാർക്കൊന്നും ഒരു ബലമില്ല. കാരണം അവന്മാർ നിന്റെ ബലത്തിലാ ഇത്ര ദിവസം കണ്ട് കളിച്ചോണ്ടിരുന്നേ. ഗംഗാപ്രസാദ് തീർന്നു കഴിഞ്ഞപ്പോ തന്നെ അവന്മാർക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ നീ വന്നു കഴിഞ്ഞപ്പോ അവന്മാർക്ക് ഇത്തിരി ധൈര്യം ഉണ്ടായത്. പക്ഷെ ഇനി അവന്മാർ കളത്തിൽ ഇറങ്ങില്ലേടി എന്ന് പറഞ്ഞു. ഈ സമയത്ത് സ്റ്റെഫിക്ക് എന്തിയാണെന്ന് അറിയത്തില്ല. സ്റ്റെഫിക്ക് മനസ്സിലായി തന്റെ വിധി നിർണ്ണയിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തോണ്ടുള്ള ടെൻഷനായിരുന്നു. ഇല്ലായിരുന്നെങ്കിലും മരിക്കാനും അവൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒളിവ് കിരൺ പറഞ്ഞു, ആടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രതീഷിനെയും വേലുവിനെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേനും സ്റ്റെഫി അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്. അലറി വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു പ്രയോജനമില്ല. അങ്ങനെ സ്റ്റെഫിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുന്നുണ്ട്. സ്റ്റെഫിയെ ചെന്നായകളും കുറുനരികളും പിടിച്ച് തീർക്കും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.